വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. മുകളിൽ അവരുടെ റൂമിന്റെ ബാൽക്കണിയിലെ ബീൻ ബാഗിലിരിക്കുന്ന രുദ്രന്റെ മടിയിലായി അവന്റെ നെഞ്ചിൽ ചാരിയിരിക്കുവാണ് ഈശു. രുദ്രന്റെ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവളുടെ ഇടതുവശം ചേർത്താണ് അവൻ എഴുതിയിരിക്കുന്നത്. അവൾക്ക് അവന്റെ നെഞ്ചിൽ അമരുമ്പോൾ വേദനിച്ചാലെന്ന് കരുതിയിട്ടാണ്. ഇഷ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ റോണിക്കൊപ്പം കിടന്നു കേട്ടോ. രുദ്രൻ പറയുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെന്താ കണ്ണനെ പറയാറുന്നത്? അവനല്ലേ കൂട്ട്. നിനക്കൊരു ധൈര്യത്തിന് റോണിയെ നല്ലത്. കണ്ണനുള്ള ധൈര്യം കളയേ ഉള്ളൂ. അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. തെറ്റിരിക്കുവാൻ തോന്നുന്നു. ഒന്നും മിണ്ടിയില്ല, നോക്കുപോലും ചെയ്തില്ല. കണ്ണനെയാണ് അവൾ പറയുന്നതെന്ന് രുദ്രന് മനസ്സിലായി. പക്ഷേ സങ്കടമൊന്നുമില്ല. ഒരു തമാശ രൂപത്തിലാണ് അവളത് പറഞ്ഞത്. അവനെ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാകും. മിണ്ടിയില്ലെങ്കിൽ പിന്നാലെ നിന്ന് മിണ്ടിക്കണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് മതി. അപ്പം താനേ മിണ്ടി വരും. അവൻ മിണ്ടാതെ നടക്കുന്നത് അവനക്ക് കുഴപ്പമില്ല. പക്ഷെ അവനോട് ആരെങ്കിലും മിണ്ടാതെ നടക്കുന്നത് അവനക്ക് ഭയങ്കര സങ്കടമാണ്. രുദ്രൻ ഒരു ചിരിയോടെ പറയുമ്പോൾ അവളും ചിരിച്ചു. പിന്നെ ഷെൽഫിലൊരു പുതിയ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്പേഴ്സൊക്കെ അതിലുണ്ട്. ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ടി വരും. എപ്പോൾ വിളിക്കണം തോന്നിയോ അപ്പോൾ വിളിക്കണം കേട്ടോ. എത്ര തിരക്കാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. അതും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ഒന്ന് മുത്തി. ഈശു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ട് കൂടുന്നുണ്ട്. കരയരുത്, ഞാൻ വേഗം വരില്ലേ. ഇവിടെ ആർക്കെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയ ആ നിമിഷം ഞാനിവിടെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ കരഞ്ഞ് പാടിയിരിക്കുന്നത് കണ്ടാൽ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ട് കരയരുത്. ഈ ചെന്നെക്കുറിച്ച് സ്ട്രോങ് അല്ലേ? പറ അല്ലേ? രുദ്രൻ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഇഷ, വേദനിക്കും. രുദ്രൻ പറയുന്നതോടൊപ്പം അവൾ അവനിൽ നിന്ന് മടത്താൻ നോക്കി. എവിടെ? നടന്നില്ല. അവളൊന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർന്നു. ഇപ്പൊ വേദനയൊന്നും ഇല്ലച്ചാ, അവൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. അവൻ്റെ കഴുത്തിലേക്ക് മുഖം വീഴ്ത്തി അങ്ങനെ കിടന്നു. രുദ്രൻ അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ അവളിലേക്ക് ചേർന്നിരുന്നു. ഇഷ, അവൻ്റെ കഴുത്തിൽ കിടന്നുകൊണ്ട് തന്നെ അവളൊന്നും മൂളി. രുദ്രൻ കണ്ണുകൾ മുറുകെ അടിച്ചു. എന്നൊന്ന് കിസ് ചെയ്യൂ, വേദനിപ്പിച്ച്. രുദ്രൻ ആർദ്രമായ വികാരത്തോടെ ചോദിക്കുമ്പോൾ ഈശോവന്റെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കിയിരിക്കുവാണ്. അവൾ നോക്കുന്നത് കണ്ടതും അവൻ്റെ കീഴ്ചുണ്ടിൽ അവനൊന്ന് തലോടി. എൻ്റെ ആഗ്രഹം സാധിച്ചു. കാറ്റ് പോലെയുള്ള വാക്കുകൾ അവളുടെ ചോരച്ചുണ്ടിൽ തട്ടി ചിഹ്നിച്ചിതറി. ഈശോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉമിനീരിറക്കി. അവൻ്റെ ചുംബനത്തിൽ സ്വയം മറന്നു നിൽക്കാറുണ്ട്. ഇതുവരെ അങ്ങോട്ടൊരു ചുംബനം അതുണ്ടായിട്ടില്ല. അതവൻ ചോദിക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം പെരുമ്പറ കൂട്ടുന്നു. പറ, നിക്കറിയില്ല. അവൻ്റെ ശബ്ദത്തിനോടൊപ്പം അവളുടെ വിറയാർന്ന ശബ്ദം. ഒപ്പം അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തിൽ നിന്ന് മാറി പല ദിശകളിലേക്കും പോയിക്കൊണ്ടിരുന്നു. ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി പ്ലീസ്. ആഗ്രഹം കൊണ്ടല്ലേ? ഇനി ചോദിക്കില്ല, ഉറപ്പ്. അവളുടെ രണ്ട് കവിളിലും പിടിച്ച് മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ ദേഹം തളർന്നു. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അല്ലെങ്കിലും അവനെ തടുക്കാൻ അവൾക്ക് അറിയില്ലല്ലോ. രുദ്രൻ അവളുടെ കയ്യിൽ കോരിയെടുത്ത് അവൻ്റെ മുഖത്തോട് മുഖം ചേർത്തിരുത്തി. അവളുടെ കാലുകൾ അവൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് അവനോട് അഭിമുഖമായിട്ട് അവളുടെ ചെവിക്കും കവിളിലുമായി പിടിച്ച് മുഖം അവൻ്റെ മുഖത്തോട് അടുപ്പിച്ച് വലത്തേക്കായി കൊണ്ട് അവളുടെ ചുണ്ടുകളൊന്ന് തലോടി. ശേഷം കീഴ്ചുണ്ടിനെ അവൻ്റെ വെല്ലുകൾ വെച്ചൊന്ന് വലിച്ചു. ശേഷം അമർത്തി ചുംബിച്ചു. ഈശു ഇരുന്നിടത്തു നിന്നും ഒന്ന് ഉയർന്നു പോങ്ങി. രുദ്രൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തിരുത്തി. ഈശു രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. രുദ്രൻ വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടുകളൊന്നും ഉണങ്ങി. പല്ലുകൾ അവയിൽ അമർത്തിയില്ല. ചുണ്ടും നാവും മാത്രം അവളിലെ മധുരത്തിൽ നുറഞ്ഞിരുന്നു. രണ്ട് ചുണ്ടുകളും അവൻ മതിയാവോളം ചുംബിച്ചു. അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് യേശുവിൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിൽ നിന്നും പല വഴിക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് രുദ്രൻ അവളിൽ നിന്നും അകന്നു മാറി അവളുടെ നെറ്റിയിൽ നെട്ടിമുടിച്ചു കൊണ്ടിരുന്നു. ഈശയ്ക്ക് ഇറക്കുന്നുണ്ട്. ശബ്ദം മാത്രം അവർക്കിടയിൽ കേട്ടുകൊണ്ടിരുന്നു. രുദ്രൻ ഒന്ന് ശ്വാസം വിട്ട ശേഷം അവളുടെ ചുണ്ടിൽ ഉമിനീര് തുടച്ചു കൊടുത്തു. ഇതുപോലെ ഇങ്ങനെ തന്നെയല്ല, നല്ല ഹാർട്ടായിട്ട് വേദനിപ്പിച്ചുകൊണ്ട്. അങ്ങനെ തരുമോ? അവളുടെ ചുണ്ടിന് നേരെ അവൻ്റെ ചുണ്ടുകളെ വെച്ച് ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ അവൾക്ക് ആയില്ല. സമ്മതമെന്നോണം അവളുടെ താലിയൊന്ന് കുലുക്കി. എന്നാ വേഗം താ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചിരുത്തി അവൻ നേരെയിരുന്നു. ഈശോ അവളുടെ കൈ ഉയർത്തി അവൻ്റെ കണ്ണിന് മുകളിൽ വെച്ചു. ഈ നോട്ടം കാണുമ്പോൾ ഞാൻ തളർന്നു പോവുകയുള്ളൂ, അതുകൊണ്ട് നോക്കണ്ട. അവൾക്ക് മറുപടിയായി അവനെന്തോ പറയാൻ വന്നപ്പോഴേക്കും ഈശോവിൻ്റെ കീഴ്ചുണ്ടിനെ വലിച്ചു പിടിച്ചു. രുദ്രന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുക്കി. ഈശോ വലിച്ചു പിടിച്ച് അവൻ്റെ ചുണ്ടിനൊന്ന് നോക്കി. അവയെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി.
പലവട്ടം അവളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അലഞ്ഞു നടന്ന ചുണ്ടുകൾ, അവളുടെ ചുണ്ടുകളെ പൊളുന്ന ചുണ്ടുകൾ, അവളിൽ ഏറ്റവും ആധിപത്യം കാണിക്കുന്ന ചുണ്ടുകൾ, അവളവൻ്റെ മാത്രമാണെന്ന് അധികാരപ്പെടുത്തുന്ന ചുണ്ടുകൾ. അതൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോയ നിമിഷം തന്നെ അവൾ അവൻ്റെ കീച്ചുണ്ടിനെ വായിലാക്കിയിരുന്നു. രുദ്രൻ്റെ ശരീരം മൊത്തം തണുത്തതുപോലെ അവനക്ക് തോന്നി. ഈശു അവൻ്റെ കീച്ചുണ്ടിനെ ഒന്ന് നുണഞ്ഞ ശേഷം അവയിൽ നിന്നും മടന്നു മാറി. ആ നിമിഷം തന്നെ അവൻ്റെ കണ്ണിന് മുകളിൽ ഇരുന്നിരുന്ന അവളുടെ കൈകൾ പിൻവലിച്ചു. രുദ്രൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെ അവളുടെ പല്ലുകൾ അവൻ്റെ 2 ചുണ്ടുകളെയും കടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അവൻ പറഞ്ഞതുപോലെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ചുംബനം. ഒടുവിൽ അവനിൽ നിന്നും അകന്നു മാറി അവൻ്റെ ചുണ്ടിലേക്ക് നോക്കും തോറും അവളുടെ മുഖം ചുവന്നു തുടുത്തു. മതിയായില്ല. ആ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ പറയുന്നതിനനുസരിച്ച് അവ അകലുന്നതും കൂടുന്നതും അവളൊരു കൗതുകത്തോടെ നോക്കി. പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നിൽക്കാതെ അവൻ്റെ ചുണ്ടിലേക്ക് അവൾ ആഴ്ന്നിറങ്ങി. അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ചുംബനം. രുദ്രൻ പതിയെ അവൾക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ അവിടെ തലോടിക്കൊണ്ടിരുന്നു. ഈശുവൻ്റെ ചുണ്ടുകളെ വായിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ചുംബനം. അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടുകൾ മുട്ടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയൊക്കെ ഒരു തരിപ്പ് പോലെ. ഈശു ആലോചനയ്ക്ക് ശേഷം ആ ചുണ്ടുകളിലേക്ക് നോക്കി. കീച്ചുണ്ടിൽ അവിടെ എവിടെയായി രക്തം കട്ടം പിടിച്ചിട്ടുണ്ട്. മേൽചുണ്ടിലുണ്ട് അതുപോലെ. അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് നോട്ടം മാറ്റി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ചുവന്ന് കലങ്ങി വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളുടെ ശരീരം ഒന്നുകൂടെ തളർന്നു. ഞാനൊന്നും ചെയ്യില്ല ഇഷ, ഒന്നും ചെയ്യില്ല. ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ മുഴുവനാക്കാതെ നിർത്തില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ നിന്നെ വിട്ടു പോകാൻ എനിക്കാവില്ല. അതുകൊണ്ട് മാത്രം കുറച്ച് ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനൊന്ന് നിർത്തി. നെഞ്ചിൽ ചാരിയിരിക്കുന്നവരുടെ ശരീരം വിറക്കുന്നത് അവൻ അറിഞ്ഞു. അവനൊന്നുകൂടെ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഈ ചൂടില്ലാതെ എങ്ങനെ ഇനി ദിവസങ്ങൾ മുന്നോട്ട് പോകും? രണ്ടുപേരുടെയും ഉള്ളിലെ ചിന്ത അത് മാത്രമായിരുന്നു. അതിൻ്റെ ഫലമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. അമ്മേ, പോയിട്ട് വരാം. പോട്ടെടാ. മാൻസിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടവൻ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ബാഗ് അശോകൻ്റെ കയ്യിൽ കൊടുത്തു. അശോകൻ എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു. അവൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. ഇന്നാണ് വന്നത്. അശോകൻ്റെ നോട്ടം ആദ്യം പോയത് രുദ്രൻ്റെ നെഞ്ചിൽ അവനോട് ചേർന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളിലേക്കാണ്. അപ്പോഴവൻ്റെ മനസ്സിലേക്ക് വന്നത് അന്ന് അവളെ ഹോട്ടൽ റൂമിൽ വെച്ച് കണ്ട രംഗമാണ്. അശോകൻ്റെ നോട്ടം കണ്ടതും മിഷു മനോഹരമായി ചിരിച്ചു കൊടുത്തു. അശോകൻ തിരിച്ചു. കാറ് മുന്നിൽ വന്ന് നിന്നതും രുദ്രൻ യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹൻ്റെയും ദേവിയുടെയും അടുത്തേക്ക് പോയി. അവളുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അവളുടെ കൈകളിൽ വെച്ചു. നിങ്ങളെല്ലാവരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവുക. ഞാൻ നേരെ നോക്കണം, എപ്പോഴും ഒപ്പുണ്ടാവണം. അത് പറയുമ്പോൾ രുദ്രൻ്റെ കണ്ണുകളൊന്നും ചുമന്നു. ഈശ്വരി ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് എന്ത് വന്നാലും കരയില്ലെന്ന പോലെ. മോഹനും ദേവിയും ഒന്നും പറഞ്ഞില്ല. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അതിലുണ്ടായിരുന്നു അവനക്ക് വേണ്ട ഉത്തരം. രുദ്രൻ റോണിയെയും കണ്ണനെയും നോക്കി. റോണ എത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി. നിങ്ങളോടും കൂടിയാ. ഞാൻ വരുന്നതുവരെ പൊന്നുപോലെ നോക്കണം. നോക്കില്ലേ? അവസാനത്തെ ചോദ്യം കണ്ണനോടായിരുന്നു. അവൻ്റെ ഏട്ടൻ്റെ ആ തകർന്നുള്ള നിൽപ്പും ചുവന്ന കണ്ണുകളുമൊക്കെ അവൻ്റെ ഓർമ്മയിൽ ആദ്യമായാണ്. എത്രയോ തവണ അവൻ മാൻഷനിൽ നിന്നും പോയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത കാണാത്ത ഭാവം. കണ്ണൻ തലയാട്ടി. രുദ്രൻ അവളിൽ നിന്നൊക്കെ കണ്ണു മാറ്റി നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു പാൽപുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുവാണ്. അത് കടന്നും അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു സങ്കടം തേങ്ങി നിറഞ്ഞു. വിട്ടുപോകാൻ പറ്റാത്ത പോലെ. രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ കൈകൾക്ക് മുകളിൽ നിന്നും കൈകൾ പിൻവലിച്ചു. പിന്നെ ആരെയും നോക്കാതെ ആരോടൊന്നും പറയാതെ അശോക് തുറന്നു വെച്ച ഡോറിലൂടെ കാറിലകത്തേക്ക് കയറി. അശോക് കയറിയതും ആ കാറ് മാൻഷനിൽ നിന്ന് അകന്നു. എല്ലാവരും വിഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പോകുമുണ്ടായിരുന്ന ആ ചിരി മുഖത്തുണ്ട്. ഒന്നും മിണ്ടാതെ അവരെല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു. കണ്ണന് വല്ലാത്ത സങ്കടം തോന്നി. അവൾ കരയുവാണെങ്കിൽ അത്ര കുഴപ്പമില്ല. ഇത് സങ്കടം പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന. ദേവി, നീ ഇമ്രാൻ ഹാഷിമിയുടെ പെങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മോഹൻ്റെ ചോദ്യത്തിന് ദേവി മനസ്സിലാവാതെ ഇല്ലെന്ന് പറഞ്ഞു. മോഹൻ യേശുവിനെ കണ്ണു കാണിച്ചു. എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടുന്നു. പാവം വിഷു, അവൾക്കെന്ത് ഇമ്രാൻ ഹാഷിമി? അങ്ങനെ ഒരു പേര് പോലും അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാ കണ്ടോ, ഇതാ നിൽക്കുന്നു ആ കക്ഷി. നല്ല ചെറിപ്പഴം പോലെ ഇന്ന് ചെക്കൻ്റെ ചുണ്ടാ. ഇന്ന് കണ്ടോ, മുറിഞ്ഞു വല്ല പാടിലോറ് കയറി ഇറങ്ങിയ പോലെ. മോഹൻ പറഞ്ഞത് കേട്ട് യേശുവിൻ്റെ കണ്ണ് തള്ളി. അവരാരെയും നോക്കി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അകത്തേക്ക് പായുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. യേശു ഓടി വന്ന് ഹാളിലെ സെറ്റിലിരുന്നു. അവളുടെ ചുണ്ടിൽ ആ ഓർമ്മകളിൽ മനോഹരമായൊരു ചിരി വിടർന്നു. ആളിലെ CCTVയിലൂടെ കയ്യിലുള്ള ലാപ്പിൽ അവളുടെ ചിരി കണ്ട് അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു അത്രമേൽ മനോഹരമായ ചിരി. ഒപ്പം വിരലുകൾ അവൻ്റെ ചുണ്ടിനെ ഒന്ന് തഴക്കി വിട്ടു. മോഹനും ദേവിയും കണ്ണനും റോണിയും അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ഒരു ചിരിയോടെ ഇരിക്കുന്ന പോലെ. അവർക്ക് വേണ്ടതും ആ കാഴ്ച തന്നെയായിരുന്നു. അതിനാണ് മോഹൻ അങ്ങനെ പറഞ്ഞത്. അവരെല്ലാം അകത്തേക്ക് വരുന്നത് കണ്ടതും മിഷു സെറ്റിയിൽ നിന്ന് എണീറ്റു.
ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിന്നു. മോഹൻ അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ ഷോളിലൂടെ കൈയിട്ട് മോഹനോട് ചേർത്ത് നിർത്തി. അവൻ പോയത് ആലോചിച്ച് എൻ്റെ മോള് വിഷമിക്കരുത്, അവൻ വേഗം വരും. നീ കരഞ്ഞിരിക്കുവാണെങ്കിൽ അവനക്ക് എത്രയും വേഗം ഇങ്ങോട്ട് വരണമെന്നായിരിക്കും. അതിനവന് പരിശ്രമിച്ചാൽ അത് അവിടെയുള്ള ഒരുപാട് പേരെ ബാധിക്കും. അതുകൊണ്ട് മോള് സന്തോഷത്തോടെ ഇവിടെ നിൽക്കണം കേട്ടോ. മോഹൻ അവളുടെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ തലയാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. എന്നാ വാ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒപ്പം കിടക്കാം. യേശുവിന് സങ്കടമുണ്ടെങ്കിൽ അത് മാറട്ടെന്ന് കരുതി ദേവി പറയുമ്പോൾ മോഹൻ ദയനീയമായി ദേവിയെ നോക്കി. ഇന്നലെ എല്ലാവരും ഇന്നും എല്ലാവരും. പാവം മോഹൻ. അതിന് ദേവി ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു. അത് വേണ്ടമ്മേ, എനിക്ക് ഞങ്ങളുടെ റൂം മതി. ഇച്ച വരുന്നത് വരെ ഞാൻ ഞങ്ങളുടെ റൂമിൽ തന്നെ കിടന്നോളാം, എനിക്ക് കുഴപ്പമില്ല. മോഹന്റെ നെഞ്ചിൽ നിന്നും മടന്നു മാറിക്കൊണ്ട് അവൾ പറയുമ്പോൾ ദേവി പിന്നെ അവളെ നിർബന്ധിച്ചില്ല. അവരുടെ റൂമാണ് അവളുടെ ലോകമെന്ന് ദേവിക്ക് അറിയാം. എന്നാൽ അങ്ങനെ ആവട്ടെ, എല്ലാവരും വാ കഴിക്കാം. അത് പറഞ്ഞുകൊണ്ട് ദേവി മുന്നിൽ പോകുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് നടന്നു. പോകുന്ന പോകിൽ കണ്ണൻ യേശുവിനെ ഒന്ന് നോക്കി. അവനെ നോട്ടം കണ്ടതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അല്ലാതെ ഒന്നും മിണ്ടാൻ പോയില്ല. രുദ്രൻ പറഞ്ഞതുപോലെ അവനായി അവളുടെ അടുത്തേക്ക് വരുമെന്ന് അറിയാനായിരുന്നു. ഏട്ടതി. പെട്ടെന്ന് കണ്ണൻ്റെ ഇടർച്ചയോടെയുള്ള ശബ്ദം അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ തിരിഞ്ഞു നിന്നൊന്ന് ചിരിച്ചു കൊടുത്തു. കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നോട് പിണക്കാണോ? കണ്ണൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. ആരോട് പിണങ്ങിയാലും ഞാൻ നിന്നോട് പിണങ്ങോടാ കണ്ണ, നീ എൻ്റെ കള്ള കണ്ണനല്ലേ? അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ അവളെ കെട്ടിപ്പിടിച്ചു. ആ സമയം അവളുടെ മനസ്സിലേക്ക് പോകുന്നത് അവൻ്റെ ഏട്ടൻ്റെ മുഖമായിരുന്നു. എത്രത്തോളം ആ ഏട്ടൻ അനിയനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. അവൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. അത് കേട്ടാൽ മതി, വാ വലത് കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് നടക്കുമ്പോൾ അവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഏത് പെർഫ്യൂം അടിച്ചിരിക്കണത്? കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ ആഞ്ഞ് മൂക്ക് വലിച്ചു ആ മണം വലിച്ചു. അത് ഏട്ടൻ്റെ പെർഫ്യൂമാ. ഏട്ടൻ പോകാൻ റെഡിയാകുമ്പോൾ ഞാൻ ചെന്നില്ലേ, അവ ജസ്റ്റ് ഒന്ന് അടിച്ചു. നല്ലതല്ലേ, നീക്കിഷ്ടായി. ആളെ കൊല്ലുന്ന മണല്ലേ? കണ്ണൻ പറയുമ്പോൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ. കണ്ണുകൾ നിറഞ്ഞു വരുന്നത് വല്ലാത്ത വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, ഒരാൾ ഓർക്കരുതെന്ന് കരുതുമ്പോൾ നമ്മുടെ നിശ്വാസങ്ങളിൽ പോലും ആ ഒരാളുടെ കയ്യൊപ്പ് ഉണ്ടാകും. അത്രമേൽ മനോഹരമാക്കുന്നു ഒന്ന്. ഈശു കണ്ണനിൽ നിന്നും അകന്നു മാറി മുന്നോട്ട് നടന്ന് ചേരിലിരുന്നു. കണ്ണൻ അവളുടെ ആ മുകളിലും ആ ഇരുത്തവും കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. ഈശു അവളുടെ തൊട്ടടുത്തുള്ള ചേരിലേക്ക് നോക്കി. അവിടെ ശൂന്യമാണ്, അവിടെ ഉള്ളവും അങ്ങനെ ശൂന്യമാണ്. കഴിക്കണോ വേണ്ടിയോ എന്ന് കരുതി ആർക്കോ വേണ്ടി ഒരു ചപ്പാത്തി കഴിച്ച് ഈശു എണീറ്റു. ആരും നിർബന്ധിച്ചില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ എന്ന് എല്ലാവരും കരുതി. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശു അത് പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. കണ്ണൻ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളർ ഭാഗം പിടിച്ചൊന്ന് ഉയർത്തി മൂക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചു. വേണ്ടിയിരുന്നില്ല, ഏത് നേരത്താവോ എനിക്കത് താടിക്കാൻ തോന്നിയത്? കണ്ണൻ മനസ്സിൽ ചിന്തിച്ചു. ഉറക്കെ പറഞ്ഞാൽ പിന്നെ അതാവും അടുത്ത പൊല്ലാപ്പു, എന്തിനാ വെറുതെ? ഈശു മുറിയിലേക്ക് ഓടിക്കയറി ഡോറടച്ച് അതിൽ ചാരി നിന്നു. ഇതുവരെ പിടിച്ചു വെച്ച കണ്ണുനീർ അവളുടെ കവിളിനെ ചുംബിച്ചു കൊണ്ട് ഒഴുകിയിറങ്ങി. കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം അവൾ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. പോകുമ്പോൾ അവൻ അയച്ചിട്ട് എല്ലാം ബെഡിൽ കിടക്കുന്നുണ്ട്. ഒന്നും ബാസ്കറ്റിൽ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ അതിൽ മാത്രം ഇടുന്നവൻ അതൊക്കെ എന്തിനു ഇവിടെ ഇട്ട് പോയിന്ന് അവൾക്കറിയാം. അതിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുണ്ടിലുള്ള ചിരിയോടുകൂടി തന്നെ അവൾ അതിന് മുകളിലേക്ക് നടന്നു. അവൻ്റെ ടീഷർട്ട് മുഖത്ത് വെച്ച് അമർത്തി ചുംബിച്ചു. അവൻ്റെ വിയർപ്പിൻ്റെ, അവൻ്റെ ലോഷൻ്റെ, അവൻ്റെ പെർഫ്യൂമിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും സമ്മിശ്രഗന്ധം അവളുടെ മൂക്കിലേക്ക് അവൾ ആർത്തിയോടെ വലിച്ചു കയറ്റി. അവളുടെ മമ്മയെയും പപ്പയെയും പിരിഞ്ഞപ്പോൾ ഉണ്ടാകാത്ത വിഷമം, വല്യപ്പച്ചനെ പിരിഞ്ഞപ്പോൾ ഉണ്ടാകാത്ത വിഷമം, ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയാത്ത അനുഭവിക്കാത്ത വേദന ആ ബെഡിൽ കിടക്കുമ്പോൾ അന്നേരം അവൾക്ക് തോന്നി. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കണ്ണുകൾ അടയുമ്പോഴും അവളുടെ കണ്ണുകൾ ചുമരിൽ ഗൗരവത്തോടെ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്കായിരുന്നു, അവളുടെ ഇച്ഛയുടെ സുന്ദരമായ ചിത്രത്തിലേക്ക്.